ഹായ് ഡിയേഴ്സ്. എടാ, നമ്മുടെ നീറ്റ് 2026 റിസൾട്ട് വന്ന വിവരം എൻ്റെ എല്ലാ മക്കൾസും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഈ ഒരു വീഡിയോയുമായിട്ട് മുന്നിലേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പ്ലസ് ടുവിൻ്റെ പഠനത്തോടൊപ്പം നിങ്ങൾ കഴിഞ്ഞ ആ ഒരു എക്സാമിൻ്റെ വാർത്ത കേട്ടിട്ട് പല ഷോക്കിംഗ് ആയിട്ട്, അല്ലെങ്കിൽ വരാൻ പോകുന്ന നീറ്റ് എക്സാമിനേഷൻ എങ്ങനെയായിരിക്കും, 26 പോലെ ടഫ് ആയിരിക്കോ ഈസി ആയിരിക്കോ, ഒരുപാട് കൺഫ്യൂഷൻ എൻ്റെ മക്കളിലുണ്ട്. നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ നീറ്റ് 2026 റിസൾട്ട് വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ എക്സാം ടഫ് തന്നെയായിരുന്നു. ബയോളജി നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി അത്യാവശ്യം ഒരു മോഡറേറ്റ് ടഫ് ലെവൽ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു പ്രഡിക്ഷൻ രൂപത്തിൽ പറയുകയാണെങ്കിൽ 562, 63 ആ ഒരു സ്കോറിലായിരിക്കും ഇപ്രാവശ്യം കട്ട് ഓഫ്, അതായത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ MBBS സീറ്റ് ലഭിക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത് എക്സാമിനേഷൻ ടഫ് ആണോ ഈസി ആണോ എന്നുള്ള കാര്യമല്ല, അവിടെ കോമ്പറ്റീഷൻ സെയിം ആണ്. അതെങ്ങനെയാണെന്നല്ലേ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. നമ്മൾ നീറ്റ് 2026 എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, എല്ലാ വർഷവും ഇപ്പോൾ ഈ വർഷം ഏകദേശം 2000-ൽ പരം സീറ്റുകൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിലും ഒരു 28,000 29,000 സീറ്റാണ് നമ്മൾ ഓൾ ഇന്ത്യ കോട്ടയിൽ മൊത്തം ഗവൺമെന്റ് MBBS സീറ്റുകളുള്ളത്. അപ്പം ആ സീറ്റുകളിലേക്ക് എഴുതുന്ന കുട്ടികളെ എണ്ണം നമ്മൾ വർഷങ്ങളിൽ നോക്കുകയാണെങ്കിലും 22 ലക്ഷം 23 ലക്ഷം അല്ലേ, ആ റേഷ്യോയിൽ വല്ലാതെ ഡിഫറൻസ് വരാറില്ല. അപ്പോൾ എക്സാമിനേഷൻ ഈസി ആവുന്ന സമയത്ത് കട്ട് ഓഫ് കൂടും എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമിനേഷൻ പക്കാ ലിബറലായിട്ട് നടന്നാൽ ആ സമയത്ത് നമുക്കറിയാം ഒരു 620 630 മുകളിലേക്ക് കട്ട് ഓഫ് കയറും. ഇനി എക്സാമിനേഷൻ ടഫ് ആവുകയാണെങ്കിലോ, ടഫ് ആവുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ നീറ്റ് 2026 റീനീറ്റ് ഫേസിൽ സംഭവിച്ചതുപോലെ ഒരു 560 570 ആ ഒരു കാറ്റഗറിയിലേക്ക് വരുന്നേ ഉള്ളൂ. അപ്പോൾ എക്സാം ടഫ് ആവുന്നതും എക്സാം ഈസി ആവുന്നതും നമ്മളെ ബാധിക്കുന്ന ഒരു ഫാക്റ്റ് അല്ല ശരിക്കും. കാരണം എന്താണ്, അവിടെ കോമ്പറ്റീഷൻ സെയിം ആണെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്? ഒരു പ്ലസ് ടു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ NCERT സിലബസ് എന്താണോ അത് മാത്രമാണ്. ആ എക്സാമിനേഷൻ എത്ര ഹൈ ലെവലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ, പ്രോബബിലിറ്റി എല്ലാ സ്റ്റുഡൻസും അറ്റൻഡ് ചെയ്യാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം എന്താ, നമുക്കൊരു സിലബസ് ഉണ്ട്, ആ സിലബസിൽ നിന്നുകൊണ്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസത്തിൽ എങ്ങനെയാണോ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, MCQs നിങ്ങൾ എഴുതുന്നുണ്ട്, അതുപോലെ എക്സാംസ് നിങ്ങൾ എഴുതുന്നുണ്ട്, അതേ മോഡിൽ തന്നെ പോവുക. ആ മെത്തേഡ് ഓഫ് സ്റ്റഡി മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പ്രോപ്പർ ഗൈഡൻസ് നമ്മളെ കൂടെ എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, +1 ടോപ്പിക്സുകൾ നിങ്ങൾക്ക് റിവിഷൻ അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. ഇനി ചില മക്കൾക്ക് നമ്മളെ സൂപ്പർ കിങ്സ് ബാച്ചിനെ കുറിച്ച് അറിവില്ലായ്മ ഉണ്ടാവാം. നമ്മൾ സൈലത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലസ് ടു സ്റ്റുഡൻസിന് ആ കറക്റ്റ് ലൈവ് ക്ലാസ്സുകളും കാര്യങ്ങളും എക്സാംസും മാത്രമല്ല, അതിനിടയിൽ +1 ടോപ്പിക്സും കൂടി റിവൈസ് ചെയ്തിട്ടാണ്, അതിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും കൂടിയൊക്കെ റിവൈസ് ചെയ്ത് അതൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ടാണ് പ്ലസ് ടുവിൻ്റെ ബാച്ച് റണ്ണിങ് ആവുന്നത്. സോ ഇനി ആ ബാച്ചിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനി അറിയാത്ത മക്കളുണ്ടെങ്കിൽ, അതിലേക്ക് ജോയിൻ ചെയ്യാൻ മക്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഒരു സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇനിയും അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹെക്ടിക് സ്കെഡ്യൂൾ ആവും. വരാൻ പോകുന്ന നീറ്റ് എക്സാമിനേഷനിലേക്ക് നമുക്കുള്ള ആ ദൂരം അല്ലേ ഇനി വളരെ അടുത്താണോ എന്ന് ചോദിച്ചാൽ അല്ല, ബട്ട് ഈ ഒരു സമയം നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള സമയമാണ്. ഈ ഒരു സമയത്ത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ +1 റിവിഷനോട് കൂടി നമുക്ക് പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ ബോർഡ് എക്സാമിനേഷനും എൻട്രൻസ് എക്സാമിനേഷനും അല്ലേ ക്രാക്ക് ചെയ്തിട്ട് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുന്നതാണ്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾ താഴെയുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. ഓൾ ദി ബെസ്റ്റ് മക്കൾസ്. ഓക്കെ.